കർത്തയ്ക്കായി കണ്ണടച്ചു. പക്ഷേ കണ്ണടച്ചത് പിണറായി വിജയൻ മാത്രമല്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ കണ്ണടയ്ക്കൽ കൊണ്ട് കാര്യമായ ഗുണം CMRL കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഈ കരിമണലിൻ്റെ ലഘുചരിത്രം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മുറിയിൽ ഇവരെല്ലാവരും നഗ്നരായി നിൽക്കുന്നതെന്ന് കാണാം. 2003-2004 കാലഘട്ടങ്ങളിൽ ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് പുറത്തിറങ്ങിയ ഓർഡർ 10 ദിവസം മാത്രം ആയുസ്സുണ്ടായിരുന്ന AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്തെ കരിമണൽ ഖനനത്തിന് കർത്തായുടെ സ്വന്തം ഭൂമിയിൽ കരിമണൽ കർത്തയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ലീസ് നൽകിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവ്. ആ ഗവൺമെൻറ് ഉത്തരവിനെതിരെ പ്രതിഷേധിച്ചത് UDF-ൽ അന്നത്തെ സമരപോരാളിയായിരുന്ന VM സുധീരനാണ്. VM സുധീരനോടൊപ്പം കൈകോർത്ത് പിടിച്ചത് VS അച്യുതാനന്ദനാണ്. അന്ന് VM സുധീരനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ് ടെലിവിഷൻ ചാനലുകളിലടക്കം. ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത VM സുധീരൻ ഇന്നും ആ നിലപാടിൽ നിന്നൊരു അടി പോലും പിന്നിലേക്ക് പോയിട്ടില്ല. ഖനനമൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. എന്നിട്ട് നോക്കൂ, AK ആന്റണി അന്ന് നിയമസഭയിൽ നിന്ന് പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? കേന്ദ്രമന്ത്രിസഭയിലേക്കാണ്. പ്രേക്ഷകർ അറിയണം, AK ആന്റണി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് CMRL എന്ന് പറയുന്ന കരിമണൽ ഖർത്തയുടെ സഹോദര സ്ഥാപനത്തിന് അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് സർക്കാരിൻ്റെ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കാനുള്ള ലീസ് എഗ്രിമെൻ്റ് കിട്ടുന്നത്. ഈ എഗ്രിമെൻ്റ് പിന്നീട് സർക്കാർ ഇടതുപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ VM സുധീരൻ്റെയും ഒക്കെ ശക്തമായ നിലപാടിനെ തുടർന്ന് വലിയ കൈകോർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യച്ചങ്ങലയെ തുടർന്ന് ആ പ്രതിഷേധത്തെ തുടർന്ന് 10 ദിവസം കൊണ്ട് റദ്ദാക്കി. അതിനുശേഷം ഇതേ AK ആന്റണി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാവുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിയായിരിക്കുന്ന സമയത്ത് UPA 1ാം സർക്കാരാണ് 13 ബ്ലോക്കുകൾ അനുവദിക്കുന്നത് ഈ കരിമണൽ കർത്തയ്ക്ക് ഖനനം ചെയ്തെടുക്കാൻ വേണ്ടി. അന്ന് കേന്ദ്ര സർക്കാർ, UPA, അന്ന് AK ആന്റണി അവിടെ കേന്ദ്രമന്ത്രി. ഈ കൈകൾ പരിശുദ്ധമാണോ? അത്ര പരിശുദ്ധമല്ല എന്ന് തന്നെ പറയേണ്ടി വരും സുജയ. കാരണം ആ പണത്തിൻ്റെ ആനുകൂല്യം പറ്റാത്തവർ അന്ന് UDF-ൻ്റെ മന്ത്രിസഭയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി പണം കൈപ്പറ്റിയിട്ടില്ലേ? പക്ഷേ അപ്പോഴും LDF-ന് ഇപ്പോൾ പറഞ്ഞു നിൽക്കാനൊരു ന്യായമുണ്ട്. 2013 ഹൈക്കോടതിയുടെ നോക്കൂ, 2004 എന്താ സംഭവിച്ചത്? 2004 2 തരത്തിൽ. ഒന്ന്, സംസ്ഥാനത്ത് AK ആന്റണി മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആദ്യം ലീസ് കൊടുക്കുന്നു. കൂടാതെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് 13 ബ്ലോക്കുകൾക്കുള്ള പെർമിഷൻ കൊടുക്കുന്നു. അതിനും ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ VM സുധീരനുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പക്ഷേ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായതിന് ഈ അനുമതി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അനുമതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഓർഡറിന്റെ അനുസരിച്ച് അങ്ങനെ അയക്കുമ്പോൾ അത് കൊടുക്കേണ്ടി വരും. നോക്കൂ, ആരാണ് കേസ് വാദിക്കാൻ പോകുന്നത് സ്മൃതി? കേസ് വാദിക്കാൻ പോകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വക്കീലാണ്. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടി CMRL-എതിരായി വാദിക്കുമെന്ന് പറയണമെങ്കിൽ നമ്മുടെ തലയിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ PK കുഞ്ഞാലിക്കുട്ടിയും, അതായത് ഈ CMRL-ൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രേഖയിലുള്ള PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, അതിൽ തന്നെയുള്ള പിണറായി വിജയൻ, അത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലായിരിക്കും ആ ഘട്ടത്തിൽ. അങ്ങനെ പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയുന്ന ഇവരെല്ലാവരും ഈ മുറിയിൽ നഗ്നരായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് കോടതി വിധി വരുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കർത്തയ്ക്ക് അനുകൂലമായി വിധിക്കുന്നു. പക്ഷേ അപ്പോഴും ഖനനം ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. പ്രതിഷേധം ശക്തമാണ്. രണ്ടാമത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിക്കുന്നു 2013. ആ ഡിവിഷൻ ബെഞ്ചിനെതിരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി സുപ്രീം കോടതിയിൽ പോകുന്നു. 2016 ഏപ്രിൽ മാസം 8-ാം തീയതി സുപ്രീം കോടതിയുടെ വിധി വരുന്നു. ആ സുപ്രീം കോടതിയുടെ വിധി മുതലാണ് ഇനി ഈ ഡ്രാമ മാറാൻ പോകുന്നത്. കോർട്ടിലാണ്. ഇത്രയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, വലിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ടും ഇത്രയും കോടതി വിധികൾ എങ്ങനെയാണ് അനുകൂലമായി? അതാണ് ഇതിലെ പ്രസക്തമായ കാര്യം സ്മൃതി. കാര്യം നമ്മളിൽ പലരും ധരിച്ചിരുന്നത് ഇത് സർക്കാർ ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണ് എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഇത് സർക്കാർ ഭൂമിയല്ല, ഇത് കർത്തയുടെ സ്വന്തം ഭൂമിയാണ്. കർത്തയുടെ സ്വന്തം ഭൂമിയിൽ ഖനിജങ്ങൾ ഖനനം ചെയ്യാനുള്ള അവകാശം അത് കർത്തയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ മരങ്ങളുടെ കാര്യം പറയുന്നത് പോലെ. അപ്പോൾ ഈ ഖനിജം എന്ന് പറയുന്നത് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയായ ഈ മിനറൽസ് ഇനി ഒരു ലീസ് എഗ്രിമെൻറ്റ് വഴി മാത്രമേ സ്വകാര്യ വ്യക്തിക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റൂ. ആ ലീസ് എഗ്രിമെൻ്റാണ് AK ആന്റണി കൊടുക്കുന്നത്. അവിടെ കർത്തയുടെ വാദം ഇതാണ്: എൻ്റെ ഭൂമിയിൽ നിന്ന് ഈ മിനറൽസ് ഖനനം ചെയ്തെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ഒബ്ജക്റ്റ് ചെയ്യാൻ പാടില്ല.